അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ, നമുക്കിന്ന് 5ാം ക്ലാസ്സുകാർക്ക് പൊതുപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള അഖീദയിൽ നിന്നുള്ള ഏതാനും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. അഖീദക്ക് 100 മാർക്കാണ് ഉണ്ടാവുക. അതിൽ 30 മാർക്ക് കിട്ടിയാലേ ജയിക്കുള്ളൂ. അതുകൊണ്ട് കൂട്ടുകാരെ, എക്സാം എഴുതുമ്പോൾ നന്നായി ശ്രദ്ധിച്ച് സാവധാനമൊക്കെ ഉത്തരം എഴുതിയാൽ മതി. ഒന്നാമത്തെ പ്രവർത്തനം യോജിപ്പിക്കാം. ബ്രാക്കറ്റിൽ ഖുർആൻ, ഇബാദത്ത്, ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം അലൈഹിസ്സലാം, ഇജ്മാ, ഖിയാസ് എന്നിങ്ങനെ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, പരമാവധി താഴ്മ ചെയ്യലാണ് ഡാഷ്. ഉത്തരം ഇബാദത്ത്. 2. അഗ്നിജ്വാലകളിലൂടെ പുറത്തേക്ക് നടന്നു വന്ന പ്രവാചകൻ ഡാഷ്. ഉത്തരം ഇബ്രാഹിം അലൈഹിസ്സലാം. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഡാഷ്. ഉത്തരം ഖുർആൻ. 4. നൈൽ നദിക്ക് കത്ത് കൊടുത്തയച്ച ഖലീഫ ഡാഷ്. ഉത്തരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 5. പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഡാഷ്. ഉത്തരം ഇജ്മാ. ഇവിടെ ഓപ്ഷൻസ് 6 ഉണ്ട്. ഖിയാസ് എന്നുകൂടി തന്നിട്ടുണ്ട്. അത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജ്മാ. ഇനി രണ്ടാമത്തെ പ്രവർത്തനം ശരി അടയാളപ്പെടുത്താം. 1. വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച ഇമാം. ഇവിടെ ഓപ്ഷൻസ് നേരെ നൽകിയിട്ടുണ്ട്. അബൂ ഹനീഫ റഹിമഹുല്ലാ, ഷാഫിഈ റഹിമഹുല്ലാ, അബുൽ ഹസനിൽ അശ്അരി റഹിമഹുല്ലാ. ഉത്തരം അബുൽ ഹസനിൽ അശ്അരി റഹിമഹുല്ലാ. വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ചത് ആരാണ്? ഇമാം അബുൽ ഹസനിൽ അശ്അരി റഹിമഹുല്ലാ. ചോദ്യം 2. യേശുവിനോട് സഹായാർത്ഥന നടത്തുന്നു. ഓപ്ഷൻസ്: യഹൂദികൾ, ക്രൈസ്തവർ, അമുസ്ലിങ്ങൾ. യേശുവിനോട് സഹായാർത്ഥന നടത്തുന്നത് ആരാണ്? ഉത്തരം ക്രൈസ്തവർ. ചോദ്യം 3. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടു. ഓപ്ഷൻസ്: ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഖാലിദ് റളിയല്ലാഹു അൻഹു, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. ഉത്തരം ഉസ്മാൻ റളിയല്ലാഹു അൻഹു. 4. മൂസാ നബിയെ പോറ്റി വളർത്തിയ ഭരണാധികാരി. ഓപ്ഷൻസ്: അലി റളിയല്ലാഹു അൻഹു, സുലൈമാൻ നബി അലൈഹിസ്സലാം, ഫിർഔൻ. ഉത്തരം ഫിർഔൻ. ചോദ്യം 5. 23 വർഷം കൊണ്ടാണ് അവതരിക്കപ്പെട്ടത്. ഓപ്ഷൻസ്: സബൂർ, ഖുർആൻ, ഇൻജീൽ. ഉത്തരം ഖുർആൻ. 23 വർഷം കൊണ്ട് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് ഖുർആൻ. അടുത്ത ചോദ്യം യോജിച്ച സ്ഥാനത്ത് എഴുതാം. ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് ഓപ്ഷൻസ്. ഇവിടെ താഴെ 8 സഹാബികളുടെ പേര് തന്നിട്ടുണ്ട്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളുടെ പേര് പഠിച്ചിരുന്നു. അതിൽ 8 പേരുടെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. അവരുടെ പേരിൻ്റെ ബാക്കി ഓപ്ഷൻസിൽ നിന്ന് എടുത്തെഴുതാനാണ് പറയുന്നത്. ചോദ്യം 1. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. 2. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. 3. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. 4. ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു. 5. സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. 6. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. 7. അബൂബക്കർ ഇബ്നു അബി ഖുഹാഫ റളിയല്ലാഹു അൻഹു. 8. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അടുത്ത ചോദ്യം പൂർത്തിയാക്കാം. 1. മൻ സന്ന ഫിൽ ഇസ്ലാമി ഡാഷ് ഹസനത്തൻ ഫലഹു ഡാഷ് വ അജ്റു മൻ ഡാഷ് ബിഹ. ഇത് നമ്മുടെ 11ാമത്തെ പാഠമായ അൽ ബിദ്അത്തു എന്ന പാഠത്തിലുണ്ട്. അത് പഠിക്കാം. ഉത്തരം മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജ്റുഹ വ അജ്റു മൻ അമില ബിഹ.
അതുവരെ എഴുതാൻ തന്നിട്ടുള്ളൂ. അപ്പോൾ അതുവരെ എഴുതിയാൽ മതി. ചോദ്യം 2. കുൽ ലാ ഡാഷ് മൻ ഫി ഡാഷ് വൽ അർണി ഡാഷ് ഇല്ലല്ലാ. ഇതൊരു ഖുർആനിക ആയത്താണ്. ഇത് പാഠം 8 ഇൽമുൽ ഗൈബ് എന്ന പാഠത്തിലുണ്ട്. അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഒരായത്തില്ലേ, അതാണ് എഴുതേണ്ടത്. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്. ഇതിൻ്റെ അർത്ഥം കൂടി പഠിച്ചു വെക്കണം. ചിലപ്പോൾ എക്സാമിന് അർത്ഥം എഴുതാനും വരാറുണ്ട്. അള്ളാഹു അല്ലാതെ മറ്റാരും ഗൈബ് അറിയുകയില്ല എന്നതാണ് അർത്ഥം. അതും കൂടി പഠിച്ചു വെക്കുക. അടുത്ത പ്രവർത്തനം ഒറ്റ വാക്കിൽ എഴുതാം. ചോദ്യം 1. തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകൻ. അതാരാണ്? യൂസുഫ് നബി അലൈഹിസ്സലാം. ചോദ്യം 2. പരലോകത്തേക്കുള്ള കൃഷിയിടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതെന്താണ്? ഉത്തരം ഇഹലോകം. ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. ഇനി ചോദ്യം 3. മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ് ഡാഷ്. ഉത്തരം പിശാച്. അപ്പോൾ ഉത്തരം പിശാച് എന്ന് മാത്രം എഴുതിയാൽ മതി. ഒറ്റ വാക്കിൽ എഴുതാൻ പറയുമ്പോൾ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇനി ചിലപ്പോൾ ചോദ്യം ഉണ്ടാകും ഇങ്ങനെ, പിശാച് മനുഷ്യൻ്റെ ശത്രുവാണ് എന്നതിനുള്ള തെളിവ് എന്താണെന്ന്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ആ ഖുർആനിലെ ആയത്താണ്. ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. നിശ്ചയം പിശാച് മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ് എന്നതിന് അർത്ഥം എഴുതാനോ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിന് തെളിവ് എഴുതാനുണ്ടാവും. അപ്പോഴൊക്കെ ഇതാണ് എഴുതേണ്ടത്. ഇത് നമ്മുടെ 10ാമത്തെ പാഠമായ അൽ ജിന്നു വൽ ഷയാത്തീൻ എന്ന പാഠത്തിലെ അവസാനത്തെ വരിയിലുണ്ട്. അടുത്ത ചോദ്യം വ്യക്തമാക്കാം. ചോദ്യം 1. ബിദ്അത്തുൻ ലലാല. എന്താണ് ബിദ്അത്തുൽ ലലാല? ഉത്തരം ഖുർആൻ, ഹദീസ്, ഇജ്മാ, സഹാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട് എതിരായവയാണ് ബിദ്അത്തുൽ ലലാല. ചോദ്യം 2. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ ഗൈബിയായ കാര്യം. ഉത്തരം, ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഇത് പഠിച്ചു വെക്കണം. ഉത്തരം, നിങ്ങൾ ഭക്ഷിച്ചതെന്താണെന്നും നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചതെന്താണെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ഗൈബിയായ കാര്യം എഴുതാൻ പറഞ്ഞാൽ ഇതാണ് എഴുതേണ്ടത്. ചോദ്യം 3. അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികൾ എന്ന് പറയുന്ന ആർക്കാണ്? ഉത്തരം, മുഅ്മിനായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഅ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്. 5ാമത്തെ പാഠമായ അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പാഠത്തിൻ്റെ ആദ്യത്തെ വരി തന്നെയാണ് പഠിച്ചു വെക്കുക. ചോദ്യം 4. ഔലിയാക്കൾ. ആരാണ് ഔലിയാക്കൾ? പ്രധാനപ്പെട്ട ചോദ്യമാണ്, പഠിച്ചു വെക്കുക. 4ാമത്തെ പാഠത്തിലുണ്ട്. അൽ കറാമത്ത് എന്ന പാഠത്തിൽ ഫസ്റ്റത്തെ പാരഗ്രാഫിൽ തന്നെ അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ. അടുത്ത പ്രവർത്തനം ആശയം എഴുതാം. 1. ഇന്ന ശിർക ലളുൽമുൻ അലീം. 2ാമത്തെ പാഠത്തിലുണ്ട്, പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു വെക്കണം. ഉത്തരം, അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്. ചോദ്യം 2. വക്കുല്ലും ഫി ഫലക്കിൻ യസ്ബഹൂൻ. ഇതിൻ്റെ ഉത്തരം 1ാമത്തെ പാഠത്തിൽ നിന്നാണ് വരുന്നത്. ആദ്യത്തെ പാഠങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ പോകണം. ആരും ഇതൊന്നും വരില്ല എന്ന് വിചാരിച്ച് പോകരുത്. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. 1. മുർത്തദ് മുസ്ലിമാവാൻ എന്ത് ചെയ്യണം? ഉത്തരം പാഠം 13 അർ-റിദ്ദത്തു എന്ന പാഠത്തിലുണ്ട്. അവസാനത്തെ പാഠത്തിൽ ഉത്തരം 2 ഷഹാദത്ത് കലിമ വ്യക്തമായി പറയലോട് കൂടി ഏത് കാര്യം കൊണ്ടാണോ അവൻ മുർത്തദായത് അതിൽ നിന്ന് മടങ്ങി എന്ന് സമ്മതിച്ച് പറയുകയും വേണം. ഈ 2 കാര്യം ചെയ്താൽ ഒരു മുർത്തദായവൻ വീണ്ടും ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ, മുസ്ലിം ആവാൻ കഴിയുകയുള്ളൂ. ചോദ്യം 2. ഗൈബ് എന്നാൽ എന്താണ്? ഉത്തരം 8ാമത്തെ പാഠത്തിൽ ഇൽമുൽ ഗൈബ് എന്ന പാഠത്തിൽ ഫസ്റ്റത്തെ വരി തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിക്കുക.
സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിനാണ് ഗൈബ് എന്ന് പറയുന്നത്. ഉത്തരം ഗൈബ് എന്നാൽ എന്താണ്? സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിന്. അപ്പോൾ ഇതൊക്കെയാണ് ക്വസ്റ്റ്യന് പൊതുപരീക്ഷയ്ക്ക് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ആദ്യം മുതലുള്ള പാഠങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകും. കൂട്ടുകാരെല്ലാം നന്നായിട്ട് പഠിക്കുക. അള്ളാഹു ഉന്നത വിജയം നൽകട്ടെ. ആമീൻ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.